ഹായ് ഗെയ്സ്, ഇന്നിവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ പുനലൂർ ചുടുകട്ടയിൽ ഫെസ്റ്റിവലാണ്. ഹാപ്പി നോറ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ അന്ന് ഫെസ്റ്റിവലൊക്കെ കാണാനിറങ്ങി. അപ്പം നല്ല തിരക്കും, കാറൊക്കെ പാർക്ക് ചെയ്യാനും വാഹനങ്ങളൊക്കെ പാർക്കിംഗ് ഏരിയയ്ക്കൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ചെയ്തേച്ച് ഞങ്ങൾ അകത്തോട്ട് കടന്നപ്പോൾ കണ്ട കാഴ്ചകളും പിന്നെ ആ കവാടത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഫോട്ടോ എടുപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറുകയായിരുന്നു. അപ്പം കുഞ്ഞിനെ ഒന്ന് വീണ് കൈക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു പൊട്ടലൊക്കെ ഉണ്ടായി. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വരുന്നത്. അപ്പം മോനും ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് കയറി പലതരം ചെടികളും വൃക്ഷങ്ങളും ഒരുപാട് ഐറ്റംസ് വൃക്ഷത്തൈകളും ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവരോട് റേറ്റൊക്കെ ചോദിച്ചു. ചിലതിനൊക്കെ നല്ല റേറ്റുണ്ട്. പിന്നെ സെറ്റോടുള്ളത് കിട്ടുന്നതുണ്ട്. വൃക്ഷത്തൈകൾക്കൊക്കെ നല്ല ഞാൻ നോക്കിയിട്ട് വലിയ വിലക്കുറവൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് നല്ല തൈകളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി പോകുന്നിട വഴിക്ക് തന്നെ ലൈറ്റുകളും കവാടമൊക്കെ നല്ലോണം ഒരുക്കിയേക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ കുഞ്ഞുങ്ങൾ ഓട്ടവും ഒരു മനുഷ്യനൊക്കെ നിൽക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനും അവരുടെ കൂട്ടത്തിൽ നിന്നൊരു വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു. കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഒരു ആകാംക്ഷയോടെ നിൽക്കുക. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് അകത്തോട്ട് കയറുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ എല്ലാം അലങ്കരിച്ച് ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ കണ്ടും കാഴ്ചകളൊക്കെ കണ്ടും പിന്നെ അകത്ത് കയറിയപ്പോൾ നല്ല മീൻ അക്വേറിയനുകൾ കാണുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചും പലതരം മീനുകളും പിന്നെ കുഞ്ഞുങ്ങൾ അതിനെയൊക്കെ ഒന്ന് തൊടുമ്പോൾ അതങ്ങ് നീങ്ങിപ്പോകുന്നു. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ ഒരു അത്ഭുതകരമായ കൗതുകം തോന്നി. അതിൻ്റെ അകത്ത് ഉള്ളിലോട്ട് പോകുന്തോറും പലതരം മത്സ്യങ്ങളുണ്ടായിരുന്നു. ചെറുതും വലുതും പല സൈസ് മോഡലുകളും ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. അപ്പം അത് കണ്ട് ഒത്തിരി നേരം നിൽക്കുമായിരുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങൾ കണ്ട് ക്ലിയറായി പോകുന്തോറും ഞാൻ അതിൻ്റെ ചെറിയ വീഡിയോസ് എടുത്തു. കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്തോട്ട് തൊടുമ്പോൾ ചിലതൊക്കെ നീങ്ങി പോകുന്നുണ്ട്, ചിലതൊക്കെ അനങ്ങാതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ട് ഓരോന്ന് കണ്ട് ഞങ്ങൾ അകത്തോട്ട് കയറി പോവുമായിരുന്നു. അപ്പോൾ മോനാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് എത്തി നോക്കുമോ ഇതിനകത്ത് ഏത് ടൈപ്പാണ് ഒന്ന് തൊടാൻ പറ്റുമോ. അപ്പോൾ അവനതൊന്ന് തൊട്ട് നോക്കുവാണ് എല്ലാം. പിന്നെ ചെറുതും വലുതായിട്ടുള്ളത് നല്ല കളർഫുള്ളുള്ള മത്സ്യങ്ങളൊക്കെ കണ്ടപ്പോൾ മോളും കണ്ട് തൊടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ വരുന്നുണ്ട്, ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ശകലം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. നമ്മൾ കാണാത്ത ഒരുപാട് തരം മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു അന്തരീക്ഷം കണ്ടാൽ തോന്നും നമ്മൾ കടലിൻ്റെ അടിത്തട്ടിൽ പോകുമ്പോൾ ആ അടിത്തട്ടിൽ കാണുന്ന കാഴ്ച പോലെയാണ് ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴും നമ്മൾ ആ ഒരു ഫീലിങ്സ് തോന്നിയത്. അപ്പോൾ ഏതെല്ലാം തരത്തിലെ മത്സ്യങ്ങളൊക്കെ അപ്പോൾ കടലിൻ്റെ അടിത്തട്ടിൽ പോയാലും ഇതുപോലെ ഉൾക്കടലിൽ പോയാലും കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. നല്ല രസമുണ്ട് കാണാനൊക്കെ. അങ്ങനെ പല ഇനത്തിലെ മീനുകളൊക്കെ കണ്ട് ഞങ്ങൾ ഓരോന്നും കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് ഉള്ളിലോട്ട് കയറിക്കൊണ്ടേയിരുന്നു. അപ്പോഴും നല്ല ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ എല്ലാം അകത്ത് കയറുമ്പോൾ ഇരുട്ടായിട്ട് തോന്നുന്നു. പക്ഷേ ആ ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് മീനെല്ലാം കാണാനും എടുക്കാനൊക്കെ നല്ല ഭംഗിയോടെ തോന്നുന്നു. പല ഇനത്തിലെ വലുപ്പത്തിലും ചെറുതും പിന്നെ പല മോഡലുകളിലും എന്തുവായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇതിനകത്ത് കണ്ട്. പ്രധാനമായിട്ട് കാണാനായിട്ട് ഹാപ്പി നോറയിൽ ഫെസ്റ്റിവലിൽ എത്തിയത് മത്സ്യകന്യകയെ കാണാനാണ്. അപ്പം മത്സ്യകന്യകയെ കാണാനുള്ള തിരക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അത് കാണാനായിട്ട് തന്നെ ഇവിടെ ക്യൂ നിൽക്കുമായിരുന്നു ആൾക്കാർ. അപ്പം അത് ഓരോ പ്രാവശ്യം മത്സ്യകന്യകയുടെ ഓരോ ഇത് കാണിക്കും തോറും ആൾക്കാർ കണ്ടേച്ച് പിന്നെ അവർ വിടും. അടുത്ത ആൾക്കാരെ കുറച്ച് പേരെ കാണിക്കും. അപ്പം അത് കാണാനായിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾ എത്തി. ഇങ്ങനെ മത്സ്യകന്യകയെ കാണാനായിട്ട് ഞങ്ങളിങ്ങനെ എത്തി കണ്ടു. എല്ലാവരും അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ ഇതുവരെ ഒറിജിനലായിട്ട് ഒരു മത്സ്യക്കന്യകയെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയായിട്ട് കാണാനേ പറ്റൂ. അപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ മത്സ്യക്കന്യകയെ കണ്ടു. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീമും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇച്ചിരി നേരം അവരെ ആ മത്സ്യക്കന്യകയുടെ ഇത് പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കണ്ടു. അങ്ങനെ നിൽക്കെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാനുള്ള അവസരം തന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തോട്ട് പോയി നിന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും അടുത്ത് നിന്ന് കാണുന്തോറും അതിൻ്റെ ആ മത്സ്യക്കന്യക നമ്മുടെ അടുത്തോട്ട് വരുവാന്നേ നമുക്ക് തോന്നും. അങ്ങനെ അടുത്തോട്ട് വന്ന് ഞങ്ങൾ അത് കണ്ട് ആസ്വദിച്ച് അങ്ങനെ മത്സ്യക്കന്യക ടാറ്റയൊക്കെ തന്ന് പിന്നെ ഒത്തിരി നേരം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് പെയ്യെ ഒരു മുകളിലോട്ട് പോകുന്തോറും ഞങ്ങളവിടെ നിന്ന് കണ്ട് പൂർണ്ണമായിട്ടെല്ലാം കണ്ടേച്ച് ഞങ്ങൾ പെയ്യെ അവിടുന്ന് നീങ്ങി. അങ്ങനെ മത്സ്യക്കന്യകയെ കാണാൻ പറ്റി. അതുകൊണ്ട് മറ്റേ ഭാഗത്തെ ലെയറിലോട്ട് പോയി ഞങ്ങൾ ഓരോ ഐറ്റംസുകൾ കണ്ടു. കഴിക്കുന്നതും പിന്നെ ഓരോന്ന് ഐറ്റംസുകളെല്ലാം കണ്ടിറങ്ങി. പിന്നെ ഞങ്ങൾ പക്ഷികളുടെ കാണുന്ന ഭാഗത്തോട്ട് പോയി. അങ്ങനെ പക്ഷികളെ എല്ലാം ഒരു വലിയൊരു ഹാളിൽ ഇതുപോലെ അവർ ഒരുക്കി നല്ല ഭംഗിയാക്കി ഇട്ടേക്കുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു. അപ്പോൾ ഓരോ മരവും ചില്ലകളുടെയൊക്കെ മൂട്ടിൽ ഓരോ ടൈപ്പ് പക്ഷികളുണ്ടായിരുന്നു. കൂട്ടത്തോടെ ഉള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള പക്ഷികളും പിന്നെ പാമ്പ്, അങ്ങനെ തത്തകൾ, അങ്ങനെ ഓരോ ടൈപ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും ഓരോ ഭാഗത്ത് ഞങ്ങൾ പോയി നിന്ന് കണ്ടതിൻ്റെ വീഡിയോ ആണ് ഈ എടുത്തേക്കുന്നത്. അപ്പോൾ ചില മുളച്ചെടിയിലും ചില്ലയിലൊക്കെ കൂട്ടത്തോടെ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. പക്ഷികളുടെ ആ കലപിലയെന്നുള്ള ശബ്ദം കേൾക്കാൻ തന്നെ കേൾക്കാൻ നല്ല സുഖമല്ലേ. പിന്നെ തത്തകളെ കണ്ടു. അങ്ങനെ തത്തയെ കണ്ടു അതിനെ തൊടാനൊക്കെ പറ്റി. പിന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ ഫുഡ് മേളയുടെ ഒരു ഐറ്റംസുകൾ കണ്ടു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഗാനമേളയൊക്കെ കേട്ടു. നല്ല ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ കണ്ടാൽ ഞങ്ങൾ അവിടുന്ന് പെയ്യെ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പാർക്കിങ്ങും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഐറ്റംസുകൾ ഒരുപാടുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നതും ട്രെയിനും വണ്ടികളും വലിയ വലിയ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ കുറേയൊക്കെ കയറ്റി, എല്ലാത്തിലൊന്നും കയറ്റില്ല, കുറച്ചെണ്ണത്തിലൊക്കെ കയറ്റി. അങ്ങനെ എല്ലാം കണ്ട് കേട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ലേറ്റായി. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്കും സബ്സ്ക്രൈബും ബെൽ ബട്ടണും ചെയ്യാൻ മറക്കല്ലേ. ബായ്.